ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ 6. വ്യത്യസ്തമായ ഒരു ഭാവി ദർശനം കാണുക. അവർ തുടർന്നും നിന്റെ അടുക്കൽ പാർക്കേണ്ടതിന് നീ അവരെ താങ്ങേണം. ലേവ്യ പുസ്തകം 25-ാം അധ്യായം 35-ാം വാക്യം. അമേരിക്കയിലെ നിയോഡേഷ എന്ന ചെറുപട്ടണത്തിലെ 300 മിഡിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ഒരു സർപ്രൈസ് സ്കൂൾ അസംബ്ലിയിൽ പങ്കെടുത്തു. തങ്ങളുടെ പട്ടണവുമായി ബന്ധമുള്ള ദമ്പതികൾ അടുത്ത 25 വർഷത്തേക്ക് ഓരോ നിയോഡേഷ വിദ്യാർത്ഥിക്കും കോളേജ് ട്യൂഷൻ ഫീസ് നൽകാൻ തീരുമാനിച്ചതായി കേട്ടപ്പോൾ അവർ അവിശ്വാസത്തോടെ ഇരുന്നു. വിദ്യാർത്ഥികൾ സ്തംഭിച്ചു, സന്തോഷിച്ചു, കണ്ണീരണഞ്ഞു. നിയോഡേഷ സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുകയായിരുന്നു. അത് പല കുടുംബങ്ങളെയും കോളേജ് ചെലവുകൾ എങ്ങനെ വഹിക്കുമെന്ന ആശങ്കയിലാഴ്ത്തി. സമ്മാനം ഒരു തലമുറയുടെ ദിശ മാറ്റുന്നതായിരുന്നു. മാത്രമല്ല, ഇത് നിലവിലെ കുടുംബങ്ങളെ ഉടനടി ബാധിക്കുമെന്നും മറ്റുള്ളവരെ നിയോഡേഷയിലേക്ക് വരാൻ പ്രേരിപ്പിക്കുമെന്നും ദാതാക്കൾ പ്രതീക്ഷിച്ചു. തങ്ങളുടെ ഔദാര്യം, പുതിയ ജോലി സാധ്യതകൾ, പുതിയ ഊർജ്ജസ്വലത, നഗരത്തിന് തികച്ചും വ്യത്യസ്തമായ ഭാവി എന്നിവ നൽകുമെന്ന് അവർ പ്രത്യാശിച്ചു. തൻ്റെ ജനം തങ്ങളുടെ ആവശ്യങ്ങൾക്കായി മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കാൻ പാടുപെടുന്നവരുടെ അയൽക്കാർക്കൊരു പുതിയ ഭാവി വിഭാവനം ചെയ്തുകൊണ്ട് ഉദാരമനസ്കരാകാൻ ദൈവം ആഗ്രഹിച്ചു. മാത്രമല്ല, ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങൾ വ്യക്തമായിരുന്നു. നിന്റെ സഹോദരൻ ദരിദ്രനായി തീർന്നു, നിന്റെ അടുക്കൽ വെച്ച് ക്ഷയിച്ചു പോയാൽ അവൻ തുടർന്നും നിന്റെ അടുക്കൽ പാർക്കേണ്ടതിന് നീ അവനെ താങ്ങേണം. ഔദാര്യം അടിസ്ഥാന ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ മാത്രമല്ല, ഒരു സമൂഹം എന്ന നിലയിൽ അവരുടെ ഭാവി ജീവിതത്തിന് എന്താവശ്യമാണെന്ന് പരിഗണിക്കുന്നതിനെക്കുറിച്ചും ഉള്ളതായിരുന്നു. അവൻ തുടർന്നും നിന്റെ അടുക്കൽ പാർക്കേണ്ടതിന് നീ അവനെ താങ്ങേണമെന്ന് പറഞ്ഞു. നൽകലിൻ്റെ ആഴമായ രൂപങ്ങൾ മറ്റൊരു ഭാവിയെ പുനർവിഭാവനം ചെയ്യുന്നു. ദൈവത്തിൻ്റെ അപാരമായ സൃഷ്ടിപരമായ ഔദാര്യം നാം എല്ലാവരും സമ്പൂർണതയിലും സമൃദ്ധിയിലും ഒരുമിച്ച് ജീവിക്കുന്ന ആ ദിവസത്തിനായി നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. ചിന്തിക്കുക, ഔദാര്യം എങ്ങനെയാണ് അടിയന്തര ആവശ്യങ്ങൾ നിറവേറ്റുന്നത്? കൂടുതൽ ദൂരേക്ക് നോക്കാൻ ഇത് നിങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കും? ദൈവത്തിന് മഹത്വം.